കാട്ടിലുള്ള കരടിയും പുലിയും ഒക്കെ ഇപ്പോ യഥേഷ്ടം നാട്ടിലിറങ്ങി നടക്കുന്ന കാഴ്ച പതിവാണ്. ഇതാ ഇവിടെയും ഒരു കരടി ഇറങ്ങിയിരിക്കുന്നു. ഈശ്വര, ഇതാ ഫോറസ്റ്റ് ഗാർഡല്ലേ? ഇയാൾക്കെന്താ ഭ്രാന്തായ? പട്ടാപ്പകല് തോക്കൊക്കെ ഇട്ട് ആളെ പിടിപ്പിക്കാൻ. അയ്യോ, 3 ടയറുള്ളല്ലോ, ഒരു ടയറോടെ പോയി. ഓ, ഓട്ടോറിക്ഷയാണല്ലോ. സാറെന്താ ഈ ആളെങ്ങനെ പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ചത് ഞാനാണോ? നീയല്ലേ? എടാ, ഇപ്പൊ ഇതുവഴി അങ്ങനെ ഒരു കരടി വന്നോ? കരടിയോ കൊരങ്ങോ? കൊരങ്ങാണെങ്കി ഇപ്പൊ എന്റെ മുമ്പിലുണ്ട്. എവിടെ എവിടെ കുരങ്ങ്? ഊതരുത്, ഞാൻ പറന്നു പോകും. അല്ല, സാറെന്താ ഈ തോക്കും കൊണ്ട് നിന്ന് വിറയ്ക്കുന്നത്? ദേഷ്യം കൊണ്ട്. ഇന്ന് സർക്കസിൽ നിന്ന് ഒരു കരടി കാടി. അല്ല, ഒരു കരടി ചാടി. ആൾ അപകടകാരിയാ. ഇപ്പൊ തന്നെ 2 പേരെ വലിച്ചു കീറി കൊന്നു കഴിഞ്ഞു. ഇനി അവനെ എവിടെ കണ്ടാലും വെടിവെക്കാനാ കളക്ടറുടെ ഓർഡർ. ഇപ്പൊ എന്റെ അച്ഛൻ ഉണ്ടാവണായിരുന്നു. തുമ്പിയെ പിടിക്കും പോലെ പിടിച്ചനില്ല എന്റെ അച്ഛൻ കരടിയെ. എന്താ, നിന്റെ അച്ഛൻ കരടി പിടുത്തക്കാരനാ? കരടിയോ? അതൊക്കെ അച്ഛന് നിസാരം. മെയിൻ ഐറ്റം പുലിയാണ് സാറേ. പുലിയോ? ആ, അച്ഛൻ പണ്ട് മിലിറ്ററിയിലായിരുന്നു. ഒരു ഓഫീസറുടെ ഭാര്യയ്ക്ക് പുലിനഖം വേണോന്ന് പറഞ്ഞപ്പോ പുലിയുടെ നഖം പറിക്കാൻ ഒറ്റയ്ക്ക് പുലിമട കയറിയ ആളാ എന്റെ അച്ഛൻ. ഒറ്റയ്ക്ക് പുലിമട കയറിയോ? പിന്നെ എന്നും പറഞ്ഞു ഒറ്റ കേരളായിരുന്നു അച്ഛൻ. എന്നിട്ട് പുലിനഖം കിട്ടിയോ? പിന്നെ കിട്ടി. പുലിയുടെ അല്ല, അച്ഛന്റെ നഖം. പക്ഷെ 4 ദിവസം തപ്പണ്ടി വന്നു. അയ്യോ, അതെന്ത് പറ്റി? ബാക്കിയെല്ലാം പുലി തിന്ന്. ആ, അതാ പറയുന്നത്, ഗതി കെട്ടാ പുലി പുല്ലും തിന്നു. ആക്കല്ലേ ആക്കല്ലേ, മരിച്ചുപോയ എന്റെ അച്ഛനെ ആക്കല്ലേ. ശരി ശരി, ഞാനൊന്ന് കറങ്ങി അന്വേഷിച്ചിട്ട് വരാം. അതിനിടയ്ക്ക് പുലി എങ്ങാനും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതുവഴി എങ്ങാനും വന്നാ ആ നിമിഷം നീ എന്നെ അറിയിക്കണം. ഞാൻ വേറെ വഴിക്ക് പൊക്കോളാം. ഓക്കേ? ബെസ്റ്റ്. ഇങ്ങനത്തെ 4 ഗാർഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെട്ടു. ഈ വരുന്നാണോ ഇനി കരടി? കരടി എന്റെ വാപ്പ. അയ്യോ, മനുഷ്യൻ. ഇയാളെന്താ മുട്ടനാടിനെ കൊണ്ട് വരണേ? കരടി കൊടുക്കാനാ? കരടിക്ക് കൊടുക്കാനോ? ഏത് കരടി? എടോ, ഇവിടെ ഒരു കരടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു താൻ അതിന് തീറ്റ കൊടുക്കാനാ മുട്ടനാടിനെ കൊണ്ട് വരണേന്ന്. ഇത് കരടിക്ക് തീറ്റ കൊടുക്കാനൊന്നല്ല, വിൽക്കാനുള്ളതാ. പാവം. എന്തിനാടോ താൻ ഇതിന് വിൽക്കണേ? പിന്നെ വിൽക്കാണ്ട് നമ്മളെങ്ങനെ ജീവിക്കും? തനിക്ക് വല്ല പണിയും ചെയ്ത് ജീവിച്ചൂടെ? ഇയാളെന്താണ് പറയണേ? ഇതല്ലല്ലോ നമ്മളെ പണി, ആട് കച്ചവടം. ഓ, അപ്പൊ താനൊരു ആട് കച്ചവടക്കാരനാ? എന്താ, നമ്മളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലേ? അല്ല, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എപ്പോഴെ കണ്ടുണ്ടല്ലോ? ഏയ്, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ഇല്ലേ? അപ്പൊ പിന്നെ ഞാൻ ഇതിനു മുമ്പ് ആരെ കണ്ടത്? നിങ്ങളുടെ പേര് അന്തർമാൻ അല്ലേ? ഞാൻ അന്തർമാനും ഗിന്തർമാനും ഒന്നല്ല. അയ്യോ, ഞാൻ കണ്ട ആള് അന്തർമാനല്ലായിരുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ തന്നെയാ കണ്ടേക്കണത്. ഇങ്ങനെ ആള് തെറ്റിയാണ് മാഷേ. എന്റെ പേര് കായിന്ന. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഓർമ്മ വന്നു. കായ് എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. ഇതിന് മുമ്പല്ല നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത്, ഇതിന് ശേഷം. ഇതിന് ശേഷമുള്ള ഒരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമുള്ള ദിവസം? അതെങ്ങനെയാ? ഇതിന് ശേഷമുള്ള ദിവസം ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെന്താ, വരാൻ പോകുന്ന ഒരു ദിവസം അതിന് മുമ്പേ വരാൻ പാടില്ലേ? അതെങ്ങനെയാ മുമ്പ് വരുന്നത്? അത് പുറകല്ലേ വരുള്ളൂ എന്നാര് പറഞ്ഞു? ഇതേതാ മാസം? ഡിസംബർ. ആണോ? ഡിസംബറിലെ ലാസ്റ്റ് ദിവസം ഏതാ? ഡിസംബർ 31. അത് കഴിഞ്ഞ് വരേണ്ട ദിവസം ജനുവരി 1 അല്ലേ? അതെ. അത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. എടോ, ഡിസംബർ 31 കഴിഞ്ഞിട്ടല്ലേ ജനുവരി 1 വരാൻ പാടുള്ളൂ. പക്ഷെ ജനുവരി 1 ഇക്കൊല്ലം തുടങ്ങുമ്പോഴേ വന്നില്ലേ? പടച്ചോനെ, ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. എടോ, കൺഫ്യൂഷൻ ആകുന്നത് വേറൊന്നുമല്ല. പഠിക്കാൻ പള്ളിക്കൂടത്തിൽ വിട്ടാൽ പഠിക്കണം, അല്ലാണ്ട് ആടിനെ മേച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല. സോറി, ഞാൻ കണക്കിന് കുറച്ച് പുറകോട്ടായിരുന്നു. ഇത് കണക്കല്ല, സയൻസ് ആണ്. സയൻസോ? വെറുതെ അല്ലേ നമ്മളിതൊന്നും അറിയാതെ പോയത്. നമ്മൾ പഠിക്കുന്ന കാലത്ത് സയൻസ് ഒന്നും ഇല്ല. സയൻസ് ഇല്ലേ? സയൻസ് ഇല്ലാത്ത സ്കൂളില്ലല്ലോ. സയൻസ് ഉണ്ടായിരുന്നു, പക്ഷെ പഠിപ്പിക്കലൊക്കെ കണക്ക് തന്നെ. അപ്പൊ താൻ കണക്ക് ശരിക്കും പഠിച്ചാണ് അല്ലേ? എവിടെ? നമ്മളെ സാറ് പോലും നമ്മളെ കണക്ക് പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഒടുക്ക നമ്മളെ മുമ്പിൽ മുട്ടുകുത്തി. എന്നിട്ട് ഒടുക്ക 100ന്റെ കെട്ടെടുത്ത് എന്റെ നേരെ ഒരൊച്ചയേറാ. 100ന്റെ കെട്ടാ?
അതെ, അതാണ് സാറിന്റെ കൈ കിട്ടിയത്. അപ്പൊ താനതെടുത്തോണ്ട് ഓടിക്കാണും. ഓടാനോ? എവിടെ ടൈം? നമ്മൾ തലച്ചി വീണില്ലേ? അതെന്താ, താൻ ഇതിനു മുമ്പ് 100ന്റെ കെട്ട് കണ്ടിട്ടില്ലേ? പിന്നെ, പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മാത്രല്ല സ്ലേറ്റിന്റെ മൂല വന്നിട്ട് എന്റെ മൂക്കിന്റെ പാത്തിയിലാ കൊണ്ടതേ. സ്ലൈറ്റാ? 100ന്റെ കെട്ടിലവിടെ സ്ലൈറ്റ്? 100ന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ 100 ഉറുപ്പിയുടെ കെട്ടല്ല. എന്റെ കൂടെ പഠിക്കുന്ന 100 100 മുഹമ്മദ്, അവന്റെ പുസ്തക കെട്ട് എടുത്തെറിഞ്ഞതാ. അപ്പൊ അതോടെ താ പഠിപ്പ് നിർത്തിയല്ലേ? ഏയ്, പഠിപ്പ് നിർത്തി അതുകൊണ്ടൊന്നല്ല. എന്റെ കൂടെ പഠിച്ച ഗോവിന്ദൻകുട്ടി മാഷക്ക് നമ്മളെ സ്കൂളിൽ തന്നെ ഹെഡ്മാസ്റ്ററായിട്ട് ജോലി കിട്ടി. അപ്പൊ തനിക്ക് നാണക്കേടായി പഠിപ്പ് നിർത്തി? അല്ലാന്ന്, പുള്ളി റിട്ടയർ ചെയ്ത്. പിന്നെ ഞമ്മക്ക് നാണക്കേടായി നമ്മൾ പഠിപ്പ് നിർത്തി. പിന്നെ നമുക്ക് രണ്ടാൾക്ക് ഒന്നിച്ചായിരുന്നു സെൻഡ് ഓഫ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കല്യാണം ഒന്നും കഴിച്ചില്ലേ? പിന്നെ കഴിക്കാണ്ട് 8 പഠിക്കുമ്പോഴേ നമ്മളെ കല്യാണം. 8 പഠിക്കുമ്പോഴാ? അത് രണ്ടാമത്തെ. ഫസ്റ്റിലത്തെ 6ാം ക്ലാസ് തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇത്ര ചെറുപ്പത്തിൽ 2 കല്യാണം കഴിച്ചാ? ചെറുപ്പത്തിലോ? അന്നും നമുക്ക് നല്ല പ്രായമുണ്ട്. 10-25 വയസ്സ് കാണും. 25 വയസ്സിൽ 6ാം ക്ലാസ്സിലാ? അതെ, ഈ ഓൾ പ്രൊമോഷനിലൊന്നും വന്നതല്ല. ഓരോ ക്ലാസ്സിലും 4 കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെ പോകുന്നത്. പിന്നെ നമ്മൾ സ്കൂൾ പോയില്ലെങ്കിലും ഇവിടുത്തെ 3-4 സ്കൂളിലേക്ക് പിള്ളേരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിള്ളേരെ സപ്ലൈ ഉണ്ടെന്ന്? ആ, നമ്മളെ കുട്ടികൾ തന്നെ 10-12 ഉണ്ട്. ഒരു 5-6 മദർസയിലും. മദ്രാസിലാ? അല്ല, ഇപ്പോഴും 2 പേര് കൂടി ഉണ്ടോ? ഇല്ല, ആദ്യത്തോളം ബന്ധം നമ്മളൊരു വാക്കത്തോണ്ട് തീർത്ത്. അയ്യോ, വാക്കത്തോട് തീർത്താ? അതെന്തിന്? അവളെ മുറിയുന്ന് നമ്മൾ അവളൊരു കള്ളക്കാമുകനെ പിടിച്ച്. ആള് വേറെ ആളല്ല, നമ്മളെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. ഫ്രണ്ട് ആണെങ്കിലും കൊല്ലണ്ടോ അവനെ? കൊല്ലാൻ നമ്മൾ ഒരുങ്ങിയതാണ്. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തി. എന്തെന്നും പറഞ്ഞേ? ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങളെ കൂട്ടുകാർ ഒറ്റ ഒന്നും ബാക്കി ഉണ്ടാവില്ലാന്ന്. എന്നിട്ട് എന്താവാൻ, നമ്മൾ വാക്കത്തോണ്ട് ഒറ്റ വെട്ടി വെച്ചു കൊടുത്തു. അവള് വാക്കത്തെടുത്ത് എന്നെ വെട്ടി രക്ഷപ്പെട്ടു. അപ്പൊ തന്റെ വെട്ട് അവർക്ക് കൊണ്ടില്ലേ? പിന്നെ കൊള്ളാണ്ട്. പക്ഷെ വാക്കത്തെയാണെന്ന് കരുതി നമ്മൾ എടുത്തത് മാറിപ്പോയി. വിഷറിയായിരുന്നു. ബെസ്റ്റ്. Good morning. Actually, I'm first time in Kerala and I have no idea about this location. Would you please tell me where's Prudential ICICI branch office? Oh, hello. Allah. Would you please tell me where's Prudential ICICI branch office? नहीं नहीं. Oh, आपको हिंदी मालूम? अल्लाह, तो हिंदी है. मेरा नाम शालिनी अग्रवाल. मैं प्रूडेंशियल आईसीआईसी में काम करती हूँ. मेरा ऑफिस आसपास है. आपके मालूम है क्या? नहीं 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 मालूम. ओह, ऑफिस नहीं मालूम? एक्सक्यूज मी. ओह, आपको मालूम है क्या किधर है हमारा ब्रांच ऑफिस? हिंदी नहीं जानता? तमिल தமிழ் தெரியுமா? என்னோட ஆபீஸ் இங்க தான் ஐசிஐசிஐ பிரெடென்ஷியல் பேங்க் கிட்ட இருக்கு. உங்களுக்கு தெரியுமா? I'm sorry. I'm really sorry. I'm very sorry. Okay. Bye. ഇതാണ് പറയുന്നത് ഭാഷകൾ പഠിക്കണമെന്ന്. മലയാളം മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഇതുപോലെ പൊട്ടം കളിക്കേണ്ടി വരും. അതുകൊണ്ടാ പറഞ്ഞത് വേറെ ഭാഷകളും പഠിക്കണമെന്ന്. എന്തിനി? ഇപ്പൊ ആ പോയ പെൺകുട്ടിയെ കണ്ടില്ലേ? അവൾക്ക് 3 ഭാഷകൾ നല്ല മണി പോലെ അറിയാം. എന്നിട്ട് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇവിടെ നിന്ന് കിട്ടിയ? അതുകൊണ്ട് ഭാഷ അല്ലടോ, വിദ്യയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത് വിദ്യ? ശ്രീവിദ്യ. എടോ, ഇപ്പൊ ഞാൻ ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് നാണം കെടാതെ രക്ഷപ്പെട്ടത് കണ്ടില്ലേ? ഇതുപോലെ പല വിദ്യകളും ഉണ്ട് എന്റെ ഇത്. തനിക്കറിയോ, ഒരു പെണ്ണിനെ വളയ്ക്കാൻ എനിക്ക് 1 മിനിറ്റ് മതി. 1 മിനിറ്റ് ഉണ്ടോ? എന്നാൽ അത് തന്റെ പരിചയമുള്ള ഏതെങ്കിലും പെണ്ണായിരിക്കും. ഒരു പരിചയം വേണ്ട. ഏത് പെണ്ണാണെങ്കിലും ശരി, 1 മിനിറ്റ് കൊണ്ട് വളയ്ക്കാം, പ്രേമിക്കാം, തലോടാം, കെട്ടിപ്പിടിക്കാം. തനിക്ക് കാണണോ? ആ, എങ്കിൽ ഇതാ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയാ, മോണിക്ക. നീ അവളൊന്ന് വളച്ച് കെട്ടിപ്പിടിക്കും. ഞാനൊന്ന് കാണട്ടെ. ഓക്കെ. അവളുടെ അടുത്ത് ഞാൻ പല നമ്പർ ഓർക്കും. താൻ അതിനൊന്നും കയറി പാരമണിയരുത്. ഓക്കെ? ഞാനായിട്ടൊരു കാര്യം വെക്കുന്നില്ല. അവൾ എന്നെ ധാരാളാണ്. അടിച്ച് കണ്ണ് അവൾ പൊട്ടിച്ചോളും.
അല്ല ഇതാരാ കായിക്കയോ? എങ്ങോട്ടാ പോണേ? ഒന്നും പറയണ്ട മോളെ, നമ്മൾ ഒരു ആട്ടിനെ വെക്കാൻ ഇറങ്ങിയതാണ്. പാർട്ടി കോഴിക്കോട് നിന്നുള്ള ബസ്സിന് ഇപ്പൊ വരും. മോളെ എങ്ങോട്ട് പോണ്? എന്താ ഇത്? താൻ വൃത്തിയുടെ കാണിക്കണേ? സ്ത്രീകളുടെ ദേഹത്തേക്കാണോ വന്ന് കേറുന്നത്? വൃത്തിയായിട്ടവൻ, മര്യാദയില്ലാത്തവൻ. അടിച്ചെന്റെ കണ്ണു പൊടിച്ചു കളഞ്ഞാൻ. അയ്യോ, കുട്ടിയായിട്ട് ഇനി അത് പൊട്ടിക്കണ്ട. ഇത് നേരത്തെ പൊട്ടിപ്പോയതാണ്. ഞാനൊരു അന്ധനാണ്. അയ്യോ, അന്ധനായിരുന്നോ? യെസ്, 101% ബ്ലൈൻഡ്, പ്യുവർലി വെർജിൻ. എന്താ വിശ്വാസായില്ലേ? ഞാൻ വിശ്വസിപ്പിച്ചു തരാം. ആരിലെ കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോ എൻ മനം പോരെ. ഇതൊരു സിനിമ പാട്ടല്ലേ? അതെ, സാധാരണ കണ്ണില്ലാത്തവര് പാടുന്ന പാട്ടാണിത്. കുട്ടിക്കറിയോ, ഞങ്ങളുടെ ദേശീയഗാനമാണിത്. ആലിലെ കണ്ണാ നിന്റെ മുരളിക മതി മതി, എനിക്ക് വിശ്വാസായി. അല്ല, കണ്ണ് കാണാത്ത നിങ്ങൾ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് എന്റെ കയ്യിൽ തന്നെ വന്ന് പിടിച്ചത്? ഈ കണ്ണിലിരുട്ടാണെങ്കിലും എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചമുണ്ട് കുട്ടി. വിശ്വാസമില്ലെങ്കിൽ കുട്ടിയുടെ കവിളിൽ ഞാൻ കൃത്യമായിട്ട് തൊട്ട് കാണിച്ചു തരാം. തൊടട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. പിന്നെ ഞാൻ അടിച്ചതില് വിഷമമൊന്നും തോന്നരുത് കേട്ടോ. ഏയ്, അതൊന്നും സാരമില്ല. ഇതൊക്കെ ഞങ്ങൾ അന്തേഴ്സ് ദിവസം അനുഭവിക്കുന്നല്ലേ. പേരെന്താന്നാ പറഞ്ഞത്? ശിവദാസൻ. അല്ല, കുട്ടി എന്ത് ചെയ്യണു? ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എനിക്ക് വർക്കില്ല, പക്ഷെ ഞാനാണ് സോഷ്യലാണ്. വിവാഹിതയാണോ? അല്ല. ഞാനും വിവാഹിതനല്ല. ഓ മൈ ഗോഡ്, ഞാൻ നിങ്ങളെ പോലെ ഒരാളെ തപ്പി നടക്കായിരുന്നു. അയ്യോ, ഞാൻ തന്നെ തപ്പി തപ്പി നടക്കുന്നു. ആ എന്നെ എന്തിനാ കുട്ടി തപ്പി നടന്നത്? ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. എവിടുന്ന്? അല്ല, എന്ത് പ്രതിജ്ഞ? സുമുഖനും സുന്ദരനും സൽസ്വഭാവിയുമായ ഒരന്ധനെ കണ്ടുപിടിച്ചേ ഞാൻ വിവാഹം കഴിക്കുള്ളൂന്ന്. എന്നിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഉവ്വ്. ഓ, ഞാൻ ലേറ്റ് ആയി പോയില്ലേ? ഇല്ല, ലേറ്റ് ആയില്ല. ഞാൻ കണ്ടെത്തിയ ആ ആള് ശിവദാസൻ തന്നെയാ. ഓ മൈ ഗോഡ്, ഞാൻ എന്തൊരു ലക്കിയാണ്. എനിക്ക് എന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അല്ല, ജോലിയില്ലാതെ ശിവദാസൻ ഇവിടെ എങ്ങനെയാ കഴിയണേ? ഞാൻ ഒരു ചിത്രകാരനാണ്. ആണോ? എന്ത് ചിത്രങ്ങളാ ശിവദാസൻ വരയ്ക്കണേ? കാണുന്നതല്ല ഞാൻ വരയ്ക്കും. കണ്ണ് കാണാത്ത താനെങ്ങനെടോ കാണുന്നതൊക്കെ വരക്കണേ? ആരാ ഇടയ്ക്ക് കയറി ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ? ശബ്ദം കേട്ടിട്ട് ഒരു വൃത്തിയട്ടവനാണെന്ന് തോന്നുന്നു. കേട്ട കുട്ടി, ഞാൻ ജന്മന അന്ധനല്ലായിരുന്നു. പിന്നെ എനിക്ക് 10 വയസ്സ് വരെ കണ്ണ് കാണായിരുന്നു. 10ാം വയസ്സില് ഞാൻ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു കാഴ്ച കണ്ട് എന്റെ കണ്ണിന്റെ ഫിലിമിന്റെ അടിച്ചുപോയി. അങ്ങനെ ഞാൻ കുരുടനായതും പിറ്റേന്ന് തന്നെ ഞാൻ ചിത്രകാരനായതും. ഇപ്പൊ വേണമെങ്കിൽ കുട്ടിയുടെ ചിത്രം വരയ്ക്കാം. അതെങ്ങനെയാണ്ട് ജനിച്ചിട്ട് ഒരിക്കൽ പോലും കാണാത്ത കുട്ടിയുടെ ചിത്രം ഈ വരയ്ക്കുക? ആരടവൻ? കേട്ടു കുട്ടി, അതെനിക്ക് ദൈവം തന്നൊരു സിദ്ധിയാണ്. വരയ്ക്കുന്ന ആളുടെ മുഖവും ശരീരവും കൈകൊണ്ട് നല്ലോണം തടവി നോക്കിയാൽ മതി. എനിക്ക് വരയ്ക്കാൻ പറ്റും. ഞാനൊന്ന് തടവി നോക്കിക്കോട്ടെ? അങ്ങനെയാണെങ്കിൽ ഞാനല്ല വിളിക്കണേ. ഇന്നൊന്ന് തടി നോക്കിയിട്ട് എന്റെ ചിത്രം ഒന്ന് ഈ വരച്ചാട്ടെ. തന്നെ വരയ്ക്കാൻ എനിക്ക് തടവി നോക്കണമെന്നില്ല. താൻ നിലത്ത് കിടന്നാലും മതി. കാലുകൊണ്ട് ഞാൻ ചവിട്ടി മനസ്സിലാക്കിക്കൊള്ളാം. കുട്ടി, ഞാൻ വരയ്ക്കട്ടെ? ഒന്ന് സ്പർശിച്ചോട്ടെ? അയ്യോ വേണ്ട, തൽക്കാലം എന്റെ കയ്യിൽ തൊട്ടോളൂ. ഈ കയ്യിന്റെ ഓണറിന്റെ പേര് മോണിക്ക എന്നല്ലേ? അയ്യോ, മഞ്ഞ കളർ ചുരിദാറല്ലേ ഇട്ടിരിക്കുന്നത്? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? എനിക്ക് അങ്ങനെ ചില സിദ്ധികളുണ്ട് മോണിക്ക. ഞാൻ സ്മെല് ചെയ്ത് കണ്ടുപിടിക്കും. സ്മെല് ചെയ്ത് കണ്ടുപിടിക്കാൻ പിന്നെ പറ്റിയോ? മോനിക്കയുടെ കൈ പിടിച്ച ശരീരത്തുള്ളത് പറയാൻ പറ്റും. കവിളിൽ തലോടിയാൽ മനസ്സിലുള്ളത് പറയാൻ പറ്റും. കെട്ടിപ്പിടിച്ചാൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റും. ഓ, അത്ഭുതമായിരിക്കുന്നില്ലേക്കാ? എന്ത് അത്ഭുതം! പെരുവഴിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കാ പറയാൻ പറ്റാത്ത? ആരെ ഇടക്കേറി സംസാരിക്കുന്നത്? മോനിക്കയുടെ വേലക്കാരനാണോ ഈ മരപ്പട്ടി? എന്റെ വീടിന് തൊട്ടടുത്തുള്ള ആളാ. ആ, എനിക്കൊരു ഐഡിയ. ഈ കെട്ടിപ്പിടിച്ചും തടവി നോക്കിയും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ ശിവദാസന്? പിന്നെന്താ മോണിക്ക, ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നെ ഒന്ന് നീക്കി നിർത്തൂ പ്ലീസ്. അതെന്തിന്? ഞാൻ അങ്ങോട്ട് നീങ്ങി നിന്നാ പോരെ? പറ്റില്ല. കുട്ടി തന്നെ എന്നെ പിടിച്ചു നിർത്തണം. എന്നാൽ എന്റെ സിദ്ധി ഉണരൂ. വരൂ മോണിക്ക, ടച്ചി ടച്ചി. ഇതെന്ത് ഹലാക്കാണ്!
കുട്ടിയല്ലേ നിന്നെ പിടിക്കണേ, നീ എന്തിനു കുട്ടിന്റെ ദേഹത്ത് കയറി പിടിക്കണേ? വിടറാ. സാരമില്ലക്ക, ഒരു അന്ധനല്ലേ, പാവം. ആര്? അല്ലോ, ആളിവിടെ ഉണ്ടല്ലേ. ഇതെന്താ കായോ? കായല്ല, തല. ഇയാളുടെ തല വെള്ളക്കായ പോലെയും കൈകൾ മുരിങ്ങാക്കായ പോലെ ഇരിക്കുന്നത് കൊണ്ടും ഇയാളുടെ പേര് കായിന്നാകാനാണ് സാധ്യത. ഈശ്വര, കറക്റ്റാണ്. കായിന്ന് തന്നെയാണ് ഇക്കടെ പേര്. ഞങ്ങളൊക്കെ കായ്ക്ക കായ്ക്കാന്ന് വിളിക്കാറ്. കായ്ക്കങ്ങ കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ചായ്ച്ചഞ്ഞ പായ്പ പായ്പ മാമേമാ. ഇയാൾ ഒരു ആട് കച്ചവടക്കാരനാണ്. അയ്യോ, അതും കറക്റ്റ്. ഇയാൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യ ഭാര്യ ഇയാളെ വെട്ടിയിട്ട് ആരുടെ കൂടെ ഓടി. ദൈവമേ, ഇത് എന്തൊരു അത്ഭുതം ഇത്. ഇയാൾക്ക് മക്കൾ 11, 12, 13, 14. Yes, yes, 14. Exactly 14. Fantastic. This is superb, ശിവദാസൻ. ഇനി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്റെ കാര്യങ്ങൾ കൂടി പറയൂ, പ്ലീസ്. വരൂ, വേഗം എന്റെ സിദ്ധി പോകുന്നതിന് മുമ്പ് വരൂ. വേണ്ട വേണ്ട, അത് അപകടമാണ്. എന്താ അപകടം? ഒരു പെൺകുട്ടിക്ക് പല രഹസ്യങ്ങളും ഉണ്ടാവും. അതൊന്നും കല്യാണം കഴിക്കാത്ത അന്യ പുരുഷന്മാർ അറിയാൻ പാടില്ല. അതിന് ഞാൻ അന്യപുരുഷനല്ലല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ലേ. അയ്യോ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കല്യാണത്തിന് ചേച്ചി കഴിക്കാൻ ഞാൻ മറന്നുപോയി. സാവധാനം അറിയിച്ചാൽ മതി. ഏറ്റവും പ്രധാനം നമ്മുടെ ഇഷ്ടതല്ലേ. ഞാൻ കണ്ടതുകൊണ്ട് തീരുമാനിച്ചോണ്ടൊന്നും കാര്യം നടക്കില്ല. എന്റെ ചേച്ചിക്കും കൂടി ഇഷ്ടമായാലേ കല്യാണം നടക്കൂ. എന്നാ ഓക്കെ. ചേച്ചി ഞാൻ തൊട്ടപ്പുറത്ത് ഇരുത്തിട്ടാ വന്നിരിക്കണേ. ഇങ്ങോട്ട് വിളിക്കട്ടെ. പിന്നെ ചേച്ചി ശിവദാസനെ പോലെ തന്നെയാ, കണ്ടു കാണില്ല. ചേച്ചി, ചേച്ചി, ചേച്ചി നിങ്ങളുടെ വന്നേ. ദേ ഇവിടെ ഒരാളെ കാണാൻ നിൽക്കുന്നുണ്ട്. ഈശ്വര, ചേച്ചിക്ക് ശിവദാസനെ ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇനി ചേച്ചിക്ക് ഇഷ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കെട്ടാൻ പോണത് മോണിക്കല്ലേ. മോണിക്കയ്ക്ക് എന്നെ ഇഷ്ടായത് തന്നെ എന്റെ ഭാഗ്യം. അയ്യോ, ശിവദാസനായുള്ള കല്യാണം ആലോചിച്ചത് എനിക്ക് വേണ്ടിയല്ല, എന്റെ ചേച്ചിക്ക് വേണ്ടിയാ. ചേച്ചിക്ക് വേണ്ടിയാ? അയ്യേ, ഈ കണ്ണാണത്ത് ഇവർക്ക് വേണ്ടിട്ടാണ് എന്നെ കല്യാണം ആലോചിച്ചത്. കണ്ണ് കാണൂലെങ്കിൽ എന്താ, നല്ല പ്രായം ഉണ്ടല്ലോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാലോ. മോണിക്ക് ഒരു കുരുടനെ തപ്പി കണ്ടുപിടിച്ചിട്ടേ കല്യാണം കഴിക്കുന്ന ശപഥം ചെയ്തതോ? ആ, എന്റെ ചേച്ചിക്ക് ഒരു അന്ധനെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്ന ശപഥം ചെയ്തത്. അയ്യോ, ശിവദാസന് ചേച്ചിയെ കാണാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാ ചേച്ചി ഇഷ്ടപ്പെട്ടോന്നറിയാ? അത് സാരല്ല, അതോ കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളൂ. ആ, അത് ശരിയാ. കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ മനസ്സിലുള്ളതും ശിവദാസൻ അറിയാൻ പറ്റും അല്ലേ? എന്റെ സിദ്ധി. എന്താ മോനിക്ക, എന്തിനാ നീ വിളിച്ചേ? ചേച്ചി, ദേ ചേച്ചിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ആളാ. ചേച്ചിയെ പോലെ തന്നെയാ, കണ്ണു കാണില്ല, പക്ഷേ ഒരുപാട് കഴിവുകളുള്ള ആളാ. പേര് ശിവദാസൻ. എവിടെ? എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് നിർത്തുവോ? ഞാനും കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളാം. എവിടെ പോണം? നിക്കണ അവിടെ. എവിടെ എവിടെ? ചേച്ചി എവിടെ പോണം? അവിടെ നിക്കണേ. നല്ല ശബ്ദം. ദാ, ഇവിടെ നിൽക്കാം. ഓക്കെ. മുന്നിൽ തന്നെ ഉണ്ട് ആള്. എവിടെ എവിടെ? അയ്യേ, എനിക്ക് വേണ്ട ഇയാള്. എടി, ഈ മനുഷ്യനാണോ നീ എനിക്ക് വേണ്ടി കണ്ടോ? ചേച്ചി, എനിക്കൊന്നും വേണ്ട. ആ തല തൊട്ടപ്പോഴേ എനിക്കറിയാം അതിനകത്ത് ഒന്നും ഇല്ലാന്ന്. അയ്യോ ചേച്ചി, എനിക്കിനി കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് കല്യാണം കഴിക്കാനുള്ള മൂടേ പോയി. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരിയായിട്ട് ജീവിച്ചോളാം. ഞാൻ അയ്യോ ചേച്ചി, നിക്ക് ചേച്ചി. ശിവശിവ, എനിക്ക് കല്യാണമേ വേണ്ട. അയ്യോ ചേച്ചി, നിക്ക് ചേച്ചി. ചേച്ചി, പിന്നെ ശിവദാസ, ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിച്ചു കേട്ടോ. ഐ എം റിയലി സോറി കേട്ടോ. ഓ, അതൊന്നും സാരമില്ല. ഇറ്റ്സ് മൈ പ്ലഷർ. അല്ല, മോണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നോട്? ഞാൻ പോട്ടെ, ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കട്ടെ. ഓക്കെ, ചേട്ടാ. അല്ല, ഒന്നും പറഞ്ഞു. ഓ, അത് കയ്യിന്ന് പോയി. എടോ കാക്കേ, പരുന്തേ, പൂത്താഗിരി, താൻ എന്താണ് വിചാരിച്ചേ? ഞാൻ ആ കണ്ണുവെട്ടി തള്ളനെ കെട്ടുന്ന? ഓ, ഭാഗ്യത്തിനെ ഞാൻ അവരുടെ ഇന്ന് രക്ഷപ്പെട്ടത്. അല്ലാ, രക്ഷപ്പെട്ട വർത്താനം പറഞ്ഞപ്പോഴാണ് ഞമ്മക്ക് ഓർമ്മയത്. പടച്ചോനെ, നമ്മൾ ആട് അതും രക്ഷപ്പെട്ടു എന്നാ തോന്നണേ. ആടെ
തനിക്ക് എന്താ പ്രാന്താണ്? താൻ എവിടെയാണ് ഈ അന്വേഷിക്കുന്നത്? തന്റെ ആടിന്റെ കയറല്ലേ ഈ കിടക്കുന്നത്? ശരിയാണല്ലോ. ഓ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ആളെ ബേജാറാക്കി കളഞ്ഞല്ലോ ആരെ. രണ്ടും പോയ മാതിരിയല്ലോ, ഭയങ്കര വെയിറ്റ് ഓടിക്കണല്ലോ. നല്ല തീറ്റ കിട്ടിക്കാണും. അല്ല കായിക്ക, ഈ കോഴിക്കോട് വരുന്ന പാർട്ടിക്ക് എന്തിനാ ഈ മുട്ടനാടിനെ? അറുത്ത് വല്ല കോഴി ബിരിയാണിയോ മീൻ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും. അയാൾ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, നമുക്ക് നമ്മൾ ആടിന്റെ കാശ് കിട്ടിയാൽ മതി. ആടിനെ കൊണ്ട് ആരെങ്കിലും കോഴി ബിരിയാണി ഉണ്ടാക്കും? എന്ത് പറ്റി? എന്താ എനിക്ക് വല്ല പൊട്ട കടിച്ചോ? സിദ്ധി ഇറങ്ങി ഭ്രാന്ത് കയറിയപ്പോ കൂക്കമ്പലി കടിച്ചു. അന്റെ തൊള്ളക്ക് കരഞ്ഞു പിടിച്ചോ? ആള് കാര്യമായിട്ട് വർത്താനം പറയുമ്പോഴാ പുറമെ തോണ്ടുന്നത്. അപ്പൊ തൊള്ള പറഞ്ഞു കരടി കരടി. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ, ബാക്കിൽ കരടി കരടി. പഠിച്ചോനെ, അപ്പൊ നമ്മൾ ആട് എവിടെ? ആട് അതിനല്ലേ കരടി വിഴിഞ്ഞേക്കുന്നത്? അതിന്റെ കയറല്ലേ പുറത്തേക്ക് വന്ന് കിടക്കുന്നത്? അമ്മാ, അപ്പൊ നീ കോഴിക്കോട് വരുന്ന പാർട്ടിനോട് നമ്മൾ എന്ത് സമാധാനം പറയും? ഒന്നും മിണ്ടാതിരിക്കടോ. കരടി എന്റെ ഓട്ടോറിക്ഷ വിഴുങ്ങാണ്ടിയാ നോക്കട്ടെ. രക്ഷപ്പെട്ട് കാട് വന്നുണ്ട്. കാട് ഇങ്ങോട്ട് വരണോ? അല്ല കാത്ത്. എന്നാ കരടി ഞാൻ കാട്ടിലേക്ക് കയറി പോയിക്കോളുമല്ലോ. ആ കാടല്ല ഈ കാട്, ഇത് ഗാർഡ്, ഫോറസ്റ്റ് ഗാർഡ്. അതന്നെ, ഫോറസ്റ്റ് കാട്ടിലേക്ക് കയറി പോയിക്കോളും കരടി. മിണ്ടട്ടെ. നമുക്ക് രണ്ടാൾക്കും കരടിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാം. അപ്പൊ ഗാർഡ് പിന്നീന്ന് വെടിവെച്ചിട്ടോളും. ശബ്ദം ഉണ്ടാക്കരുത്. വെടി മാറി നമ്മക്ക് കൊണ്ട ശബ്ദം ഉണ്ടാക്കാലോ. എന്നെ അങ്ങോട്ട് കൊല്ല്. അല്ല, ഇതാരാണ് തോക്കേറ്റ് വരുന്നത്? അതാണ് ഗാർഡ്. അല്ല, ഇവിടെ പാമ്പുണ്ടോ? ചീറ്റുന്നുണ്ടല്ലോ. പാമ്പല്ല, ഞാനാ. പുറകിലുണ്ട്, തിരിഞ്ഞു നോക്ക്. സാധനം തൊട്ട് പുറകിലുണ്ട്. ആര്? നിങ്ങളാ? നിങ്ങളെന്താ ഇങ്ങനെ പേടിച്ച് പടച്ചു നിൽക്കുന്നത്? തിരിഞ്ഞു നോക്ക്, തൊട്ട് പുറകില് കരടി. പുറകില് കരടിയാ? ആരുടെ പുറകില് കരടി? ഇവരെന്താ ഈ പറയുന്നത്? കരടി പോയിട്ട് കരടിയുടെ പൂട പോലും ഇവിടെയൊന്നും ഇല്ലല്ലോ. അയ്യോ, അയ്യോ, കരടി. ഷെയ്ത്താൻ മുറിച്ചോന് അതിന്റെ കയ്യിൽ തോക്കും കൊണ്ടേക്ക് കൊടുത്തു. ഇനി അതങ്ങനെ മേടിച്ചെടുക്കും? നോക്കി നിൽക്കാട്ട് അതിനെ ഇത് മേടിച്ചെടുക്കണോ? ഞാനെങ്ങനെ മേടിച്ചെടുക്കാനോ? ഞാനൊരു ഗാർഡായി പോയില്ലേ. എടാ, അതിനോട് അങ്ങോട്ട് തരാൻ പറ. ഏത് ഭാഷയില്? കരടി ഭാഷയില? എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ പറഞ്ഞ ഭാഷ അല്ല, വിദ്യയാണ് വേണ്ടതെന്ന്. ഇപ്പൊ എന്തെങ്കിലും ഒരു വിദ്യ ആയിട്ട് അതിനോട് മേടിച്ചെടുക്ക്. ഇവിടെ വിദ്യയല്ല വേണ്ടത്, ബുദ്ധിയാണ്. എവിടെയാ വണ്ടി? ആ, കെട്ടി. നോക്കു കരടി. അല്ലോ, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്നെ സമ്മതിക്കണം. കണ്ടോളൂ. ഇപ്പൊ കരടിയെ സമ്മതിക്കണം. ഐഡിയ ചീറ്റിപ്പോയി. വേറെ ഐഡിയ നോക്കാം. ഞാനിപ്പോ കഴുത്തിന് വെടിവെക്കും പോലെ വെടിവെച്ച് ചത്തോളൂ.